കോന്നി MLA ഈ സംഭവം നടന്ന് ഇത്ര മണിക്കൂർ 24 മണിക്കൂർ പിന്നിട്ടും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയോ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചോദിച്ചറിയുകയോ അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തുന്നതായിട്ടോ നമുക്ക് വിവരമില്ല. അദ്ദേഹം ജില്ലയിലില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നമ്മൾ ഉൾപ്പെടെ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചിരുന്നില്ല. എന്തായാലും MLAയുടെ സാന്നിധ്യം ഈ രക്ഷാപ്രവർത്തനം തുടങ്ങി അല്ലെങ്കിൽ ഈ അപകടമുണ്ടായി ഇതുവരെ അദ്ദേഹത്തിന് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും മറ്റൊരു വിമർശനാത്മകമായ കാര്യമാണ്. ഏതായാലും നിലവിൽ റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ള ജില്ലയിലെ കളക്ടർ നിലവിലില്ല. കളക്ടർ രാവിലെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മടങ്ങി. റവന്യൂ തലത്തിലുള്ള ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ദൗത്യ സംഘത്തിന്റെ ഏതാണ്ട് 50ഓളം ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. അവരെല്ലാം ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തെ ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇരുമ്പ് വടം എത്തിച്ച് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് ദൗത്യസംഘം. ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തു നിന്നും കൂടുതൽ ഭാരവാഹക ശേഷിയുള്ള ഹിറ്റാച്ചികൾ ഇവിടേക്ക് എത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. ക്രെയിൻ സംവിധാനം ഉപയോഗിച്ച് ആദ്യം ഹിറ്റാച്ചിയുടെ ക്യാബിൻ മാറ്റാമെന്നായിരുന്നു ആദ്യത്തെ ഒരു പദ്ധതി പ്രകാരം ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അതിൽ നിന്ന് പിൻവലിയേണ്ടി വന്നു. കാരണം 30 ടൺ ഭാരം വഹിക്കാൻ കഴിയുന്ന ക്രെയിൻ ഈ പാറയുടെ അല്ലെങ്കിൽ ഈ പാറ വെട്ടിയുണ്ടാക്കിയ ഈ നേർത്ത വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രയാസകരമായിരിക്കും, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ അപകടകരമായ ഒരു സാഹചര്യം ഒരുക്കും എന്ന് കണ്ടാണ് ആ ക്രെയിൻ കൊണ്ടുവരാനുള്ള തീരുമാനത്തിൽ നിന്നും ദൗത്യസംഘം പിൻവാങ്ങാനുള്ള കാര്യം. ഏതായാലും ഇപ്പോൾ നിലവിൽ ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ കുടുങ്ങി കിടക്കുന്ന എക്സ്കവേറ്ററിന്റെ ക്യാബിൻ വലിച്ച് മാറ്റി ആ പാറക്കടിയിൽ നിന്നും അജയ് റോയിയെ തിരഞ്ഞെടുക്കാനുള്ള പരിശോധിച്ച് ആ പാറക്കടിയിലുള്ള മൺകൂനം മുഴുവൻ പരിശോധിച്ച് അജയ് റോയിയെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമത്തിലാണ് ഇപ്പോൾ സംഘം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിനാവശ്യമായ യന്ത്രസാമഗ്രികൾ ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്.